പ്രൈസ് ലോർഡ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഈ പ്രഭാതത്തിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ കർത്താവിൻ്റെ കൃപയും മഹത്വവും ശക്തിയോടെ വെളിപ്പെടട്ടെ. ഇന്നത്തെ വചനചിന്തക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 2-ാം അധ്യായം 46-ാം വാക്യം. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. ഹല്ലേലൂയ. നമുക്ക് ഈ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അപ്പോസ്തലന്മാർക്ക് നേരെ മഹാപുരോഹിതന്മാരും സാദിക്യരും പടനായകന്മാരും പരീശന്മാരും അവർക്കെതിരെ തിരിയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. കാരണം ഒരു 40 വയസ്സുള്ള ജന്മനമുടന്തനായിരുന്ന ഒരു മകൻ്റെ വിടുതലാണ് അവരെ ഏറ്റവും പ്രകോപിതമാക്കി മാറ്റിയത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോഴൊക്കെയും നമുക്കെന്തുണ്ട്? വിടുതലുകളുണ്ട്. അതിൻ്റെ 47 ഇങ്ങനെ പറയും, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി, അപ്പോൾ ആ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരിൽ നിന്നും വെളിപ്പെട്ട ശുശ്രൂഷകൾ അസാധാരണമായ വിധത്തിലോട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഉപയോഗിച്ച തലത്തിൽ അനേകർ ദിനംപ്രതി കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ അതിൻ്റെ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 32-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരിക്കുന്നു. അപ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വലിയ പരിശുദ്ധാത്മാവിലുള്ള വലിയൊരു മർമ്മമാണ്. വിശ്വസിച്ചവരുടെ കൂട്ടം, അപ്പോൾ വലിയൊരു കൂട്ടം. പക്ഷെ ആ കൂട്ടം ഏകഹൃദയമുള്ളവരെ ഒരുമനപ്പെട്ടു, ഒരു മനസ്സായി തീർന്നു. ഇവിടെയാണ് അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും, കാരണം ആ പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ അപ്പോസ്തലന്മാർ തുടങ്ങിയപ്പോൾ മഹാകൃപ അവരുടെ മേൽ വ്യാപരിക്കുകയും ചെയ്യുവാനിടയായി. ഇന്ന് നാം ഓരോരുത്തരും ഈ അന്ത്യകാലഘട്ടത്തിൻ്റെ ഉണർവിന് വേണ്ടി അപ്പോസ്തലന്മാരിലൂടെ ചെയ്ത ദൈവത്തിൻ്റെ വീരപ്രവൃത്തികളും അടയാളങ്ങളും ഈ കാലഘട്ടത്തിൽ ഈ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം കർത്താവിൽ ശക്തിപ്പെടുക, നാം ഓരോരുത്തരും കർത്താവിൽ എഴുന്നേൽക്കുക, നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശക്തിയോടെ വെളിപ്പെടേണ്ട ഒരു സമയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, ഏത് വ്യാധികളായിക്കൊള്ളട്ടെ, അതിനെല്ലാം തകർക്കുന്ന ഒരു പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇന്ന് നിങ്ങളുടെ മേൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കുക. ദൈവരാജ്യം വേഗത്തിൽ പണിയപ്പെടേണ്ടതിന്, ശക്തിയോടെ വെളിപ്പെടേണ്ടതിന് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിൻ്റെ മേലും അതിജീവിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ നിറവിലോട്ട്, അടുത്തൊരു സ്റ്റെപ്പിലോട്ട് ദൈവം നിങ്ങൾ ഉപയോഗിക്കട്ടെ. ശക്തിയോടെ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം ഒരു സൂപ്പർ നാച്ചുറലായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.